നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 1996 സ്ഥാനമേൽക്കുമ്പോൾ പരക്കെ ഉയർന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. മദ്യത്തിനെതിരായി നിലപാട് സ്വീകരിച്ചിരുന്ന ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗത്തിൻ്റെ തലപ്പത്ത് എങ്ങനെ ഒരു കള്ള് കച്ചവടക്കാരൻ എത്തിച്ചേർന്നു എന്നുള്ളത്. എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം SNDP യോഗത്തിൻ്റെ തലപ്പത്ത് എത്തിച്ചേർന്നത്? പഴയ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ SNDP യോഗത്തിൻ്റെ തലപ്പത്ത് വന്ന വെള്ളാപ്പള്ളി നടേശൻ അവിടെ തുടരുന്നത് തീർത്തും ജനാധിപത്യരഹിതമായിട്ടാണ്. തീർത്തും ജനാധിപത്യരഹിതമായ തെരഞ്ഞെടുപ്പ് വഴി SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേര കുടുംബ സ്വത്താക്കി നടേശൻ മാറ്റിയത് 1974 കേന്ദ്ര നിയമ മന്ത്രാലയത്തിൻ്റെ ഒരു ഉത്തരവ് വഴിയാണ്. ആദ്യം സമുദായ സ്നേഹി എന്ന് തോന്നിപ്പിച്ച് അംഗങ്ങൾക്കിടയിൽ പേരെടുത്തു. ഈഴവ സമുദായത്തിൻ്റെ മിശിഹ എന്ന് നടേശൻ വാഴ്ത്തപ്പെട്ടു. കള്ളുകച്ചവടക്കാരൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് വന്നാൽ എന്താകും അവസ്ഥ എന്ന് വിമർശിച്ചവരെ കൊണ്ട് തിരിച്ചു പറയിച്ചു. പക്ഷേ എല്ലാം ആരംഭശൂരത്വം മാത്രമായിരുന്നു. യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയുടെ പവർ തിരിച്ചറിഞ്ഞ വെള്ളാപ്പള്ളി സമുദായത്തെ ഹൈജാക്ക് ചെയ്തു. അവിടെ ഏകാധിപതിയായി വേണോ. അധികാരക്കൊതിയും പണക്കൊതിയും മൂത്തപ്പോൾ ഈ കസേര എന്നേക്കുമായി തനിക്കാക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. അതിൻ്റെ ഫലമായിരുന്നു 99 SNDP യോഗത്തിൻ്റെ ബൈലോ ഭേദഗതി. വെള്ളാപ്പള്ളിയുടെ അപ്രമാദിത്വം പിന്നീട് പലതവണ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും 2 വള്ളത്തിൽ കാല് എന്ന പതിവ് തന്ത്രം വഴി ഒക്കെയും അയാൾ പൊളിച്ചെടുക്കി. സമുദായ സംഘടനയായി രൂപം കൊണ്ട SNDPക്ക് എന്നും ശ്രീനാരായണ ഗുരു എതിരായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. SNDP യോഗത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: 1882 6-ാം നമ്പർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചും ഈഴവ സമുദായത്തിൽ വൈദികവും ലൗകികവുമായ വിദ്യാഭ്യാസത്തെയും വ്യവസായശീലത്തെയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ഉദ്ദേശ സാധ്യത്തിനായി ഇതിന് താൽക്കാലികങ്ങളോ പ്രയോജനങ്ങളോ ആയ മറ്റ് എല്ലാ കാര്യങ്ങളെയും ചെയ്യുന്നതിനുമായി ചേർന്നിട്ടുള്ള ഒരു യോഗമായ അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ക്ലിപ്തമായ ചുമതലയോടുകൂടി, ക്ലിപ്തം എന്ന വാക്ക് പേരോടൊന്നിച്ച് ചേർക്കാതെ രജിസ്റ്റർ ചെയ്യപ്പെടണമെന്ന് തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ ഗവൺമെൻറ്റിന് വേണ്ടി തിരുവിതാംകൂർ ദിവാനായ ബഹദൂർ കൃഷ്ണസ്വാമി റാവു CIEFMU അവർകളാൽ നൽകപ്പെട്ട ലൈസൻസിനെ അനുസരിച്ചും അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം മേൽ പറയപ്പെട്ട റെഗുലേഷൻ പ്രകാരം ഒരു കമ്പനി അല്ലെങ്കിൽ യോഗമായിട്ട് ഇന്നേ ദിവസം രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നും യോഗം ക്ലിപ്തമാണെന്നും ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. SNDP യോഗം സത്യത്തിൽ സമുദായ സംഘടന എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനിയാണ്. അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1882 വിധേയമായി രജിസ്ട്രേഷൻ നമ്പർ 2/1078 പ്രകാരം രജിസ്റ്റർ ചെയ്തു. അരുവിപ്പുറം ശിവക്ഷേത്രമായിരുന്നു രജിസ്റ്റേർഡ് ഓഫീസ്. കാലക്രമത്തിൽ അരുവിപ്പുറം എന്ന വാക്ക് പേരിൻ്റെ തുടക്കത്തിൽ നിന്ന് നീക്കി SNDP യോഗം എന്ന് അവരവർ തോന്നുന്ന രീതിയിൽ പ്രയോഗിക്കുന്നു. കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് 1961, കമ്പനീസ് ആക്ട് 2013 എന്നിവയും കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് 1961 സെക്ഷൻ 3 പ്രകാരവുമാണ് SNDP യോഗം ഒരു കമ്പനിയായി പ്രവർത്തിക്കുന്നത്. ഈ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നതാണ്. ഒന്നാമത്തേത്, അരുവിപ്പുറം ശിവക്ഷേത്രത്തിലും കമ്പനിയുടെ കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ആരാധനയും വാർഷിക ഉത്സവങ്ങളും നടത്തുക. 2, മതപരവും മതേതരവുമായ വിദ്യാഭ്യാസം നൽകി ഈഴവ സമുദായത്തെ ഉയർത്തുക. 3, ഇതിനായി കമ്പനിക്ക് വേണ്ടി കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും നിർമ്മിക്കുകയോ പാട്ടത്തിനെടുക്കുകയോ ചെയ്യുക. 4, അവശ്യ സന്ദർഭങ്ങളിൽ കമ്പനിയുടെ ആസ്തികൾ പണയപ്പെടുത്തുകയോ പാട്ടത്തിന് നൽകുകയോ ചെയ്യുക. 5, ഈടോ പ്രോമിസറി നോട്ടോ സ്വീകരിക്കുക. 6, മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി വെള്ളാപ്പള്ളി ചില വകുപ്പുകൾ ഒഴിവാക്കി. 1956 കമ്പനീസ് ആക്ടിൻ്റെ ആർട്ടിക്കിൾ 14C ഖണ്ഡികയിൽ കമ്പനിയിലെ എല്ലാ അംഗത്തിനും 1 വോട്ട് വീതമുള്ളതായി പറയുന്നുണ്ട്. എന്നാൽ SNDP യോഗത്തിൻ്റെ ഭാരവാഹികൾ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 179(2), 219, ആർട്ടിക്കിൾ 14C ഖണ്ഡിക എന്നിവ തങ്ങൾക്ക് ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. തങ്ങൾക്ക് തുടർച്ചയായി അധികാര കസേരയിൽ തുടരുന്നതിന് വേണ്ടിയുള്ള കുറുക്കുവഴിയായിരുന്നു ഇത്. ഇതിൻ പ്രകാരം 1974 ഓഗസ്റ്റ് 20 നിയമമന്ത്രാലയം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. യോഗം ആവശ്യപ്പെട്ട പ്രകാരമുള്ള സെക്ഷനുകളും ആർട്ടിക്കിളുകളും ചില നിബന്ധനകൾക്ക് വിധേയമായി ഒഴിവാക്കുന്നതായിരുന്നു ആ ഉത്തരവ്. അതിൻ്റെ നിബന്ധനകൾ ഇനി പറയുക. വാർഷിക പൊതുയോഗത്തിന് 21 ദിവസം മുമ്പായി അത് നടക്കുന്നതിനുള്ള തീയതി, സമയം, സ്ഥലം എന്നിവ കമ്പനിയിലെ ഓരോ അംഗത്തെയും നേരിട്ടറിയിക്കണം. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, വരവ് ചെലവ് കണക്ക് എന്നിവയും ഇതോടൊപ്പം നൽകണം. ഏതൊരംഗം എപ്പോൾ ആവശ്യപ്പെട്ടാലും ബാലൻസ് ഷീറ്റും വരവ് ചെലവ് കണക്കും യൂണിയനോ ശാഖകളോ കൈമാറണം. പൊതുയോഗ നോട്ടീസും വരവ് ചെലവ് കണക്കും ബാലൻസ് ഷീറ്റും പൊതുയോഗത്തിന് 21 ദിവസം മുമ്പ് മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രങ്ങളിൽ അംഗങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധം പരസ്യമായി നൽകണം. ഏതൊരംഗവും ഒരു ശാഖയിലോ
ആ യൂണിയനിലോ ചെന്ന് ആവശ്യപ്പെട്ടാൽ ഈ പറയുന്ന രേഖകൾ അവർക്ക് നൽകാനും കമ്പനി ബാധ്യസ്ഥരാണ്. കേന്ദ്ര സർക്കാർ ഉത്തരവ് വെറും മറയാക്കി കേരള കമ്പനീസ് ആക്ട് പ്രകാരമാണ് SNDP യോഗം പ്രവർത്തിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ ചില വകുപ്പുകൾ എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഉത്തരവിൽ ചില നിബന്ധനകൾ ചേർത്തിരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. അതിലൊന്നാണ് ഏത് അംഗം ചോദിച്ചാലും വരവ് ചെലവ് കണക്കും മറ്റു രേഖകളും അതാത് യൂണിയനുകളിലോ ശാഖകളിലോ നിന്ന് നൽകണമെന്നുള്ളത്. ഇങ്ങനെ രേഖകൾ നൽകിയാൽ തങ്ങളുടെ തട്ടിപ്പ് പുറത്തു വരുമെന്ന് മനസ്സിലാക്കി അത് തടയാൻ മറ്റൊരു വളഞ്ഞ വഴിയാണ് വെള്ളാപ്പള്ളിയും സംഘവും സ്വീകരിച്ചത്. കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നതിനാലും രജിസ്ട്രേഷൻ IG നിയന്ത്രണ അധികാരി ആയതിനാലും കമ്പനിയുടെ സകല രേഖകളും രജിസ്ട്രേഷൻ IG ഓഫീസിലാണ് സൂക്ഷിക്കേണ്ടതെന്നും അതിനാൽ രജിസ്ട്രാർ ഓഫ് കമ്പനി സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾ കൂടി രജിസ്ട്രേഷൻ IG കൈമാറണമെന്നും കമ്പനി ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ രേഖകളും 2009 ജനുവരി 16 രജിസ്ട്രേഷൻ IG കൈമാറി. ഇപ്പോൾ രേഖകളെല്ലാം രജിസ്ട്രേഷൻ IG പക്കലാണ് ഉള്ളത്. കമ്പനിയിലെ അംഗങ്ങൾ ചോദിക്കുമ്പോൾ രേഖകൾ രജിസ്ട്രേഷൻ IG കൈവശമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ജനറൽ സെക്രട്ടറി ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ബൈലോയിലുള്ള കമ്പനിയുടെ രേഖകൾ പരിശോധിക്കാനുള്ള അധികാരം അങ്ങനെ വെള്ളാപ്പള്ളി ഒഴിവാക്കി വിടുകയാണ്. രജിസ്ട്രേഷൻ IG സമീപിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതിന് ഒരുപാട് നൂലാമാലകളുണ്ട്, ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് വെള്ളാപ്പള്ളി ഇത്തരമൊരു ഭേദഗതി തൻ്റെ ഭരണത്തിന് കീഴിൽ നടപ്പാക്കിയത്. മുഴുവൻ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകണമെന്ന കേന്ദ്ര ഉത്തരവിൻ്റെ പിൻബലത്തിൽ ഇനി ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ തങ്ങൾ പ്രവർത്തിക്കുന്നത് കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് പ്രകാരമാണെന്നാകും കമ്പനി ജനറൽ സെക്രട്ടറിയുടെ മറുപടി. അതായത് കേന്ദ്രത്തിൻ്റെ നിയമഭേദഗതിയെ ചോദ്യം ചെയ്യുന്നവർക്ക് കേരളത്തിൻ്റെ നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് കൊണ്ട് അദ്ദേഹം മറുപടി നൽകും. നേരെ തിരിച്ച് കേരളത്തിലെ കമ്പനി ആക്ടിനെ ചോദ്യം ചെയ്യുന്നവർക്ക് കേന്ദ്ര നിയമപ്രകാരമുള്ള മറുപടി. അങ്ങനെ രണ്ട് തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിച്ചാണ് ഇദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി രേഖകൾ ചോദിച്ച് കോടതിയെ സമീപിക്കുമ്പോൾ കേരള സർക്കാരുകളുടെ ഉത്തരവ് ചൂണ്ടിക്കാട്ടി മറുപടി നൽകുകയായിരുന്നു പതിവ്. ഒരംഗത്തിന് ഒരു വോട്ട് എന്ന ആവശ്യം ഏറെ നാളായി ഉയർന്നിട്ട് ഇതും വെള്ളാപ്പള്ളി അട്ടിമറിച്ചു. കാരണം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലാണ് ഇപ്പോൾ വോട്ടിംഗ് നടക്കുന്നത്. 200 അംഗത്തിന് ഒരു വോട്ട് എന്ന രീതിയിലാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ വരുന്നത്. ഇതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വെള്ളാപ്പള്ളിയും സംഘവും എപ്പോൾ SNDP യോഗത്തിൽ നിന്ന് പുറത്തായി എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ആർട്ടിക്കിളും സെക്ഷനും കുറവ് ചെയ്തു കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എന്നുള്ളതാണ് വസ്തുത. 2013 കമ്പനീസ് ആക്ടിൻ്റെ 10ാം ക്ലോസിലും ഒരംഗത്തിന് ഒരു വോട്ട് എന്നുള്ളത് തറപ്പിച്ചു പറയുന്നുണ്ട്. ഈ അവകാശം കേന്ദ്ര സർക്കാരിൻ്റെ 1974 ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ച് എടുത്തുമാറ്റി. ഇത് നിയമപരമായി അംഗങ്ങളുടെ അവകാശം നിഷേധിക്കലാണ്. അതുവഴി നിലവിലുള്ള ഭരണസമിതി ഭരണത്തിൽ കടിച്ചു തൂങ്ങി. കേന്ദ്ര സർക്കാർ 1974 പുറപ്പെടുവിച്ച ഉത്തരവ് കമ്പനിയുടെ അംഗങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ളതാണ്. 1994 മെയ് 21 കേരള കൗമുദി പത്രത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിനെതിരെ പരാതിയുള്ളവർ അറിയിക്കണം എന്നൊരു പരസ്യം പ്രത്യക്ഷപ്പെട്ടിരുന്നു. സർക്കുലേഷൻ തീരെയില്ലാത്ത പത്രത്തിൽ പരസ്യം വന്നത് കാരണം ആരും പരാതി നൽകാൻ എത്തിയില്ല എന്ന ഒരാരോപണം പിന്നീട് ഉയർന്നു. 1903 അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന പേരിൽ സ്ഥാപിതമായ സമുദായ സംഘടനയ്ക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ 33 ലക്ഷത്തിൽ പരം അംഗങ്ങളാണുള്ളത്. ഇവരിൽ പലരും മരിച്ചുപോയി. ചിലർക്ക് 4-5 സ്ഥലങ്ങളിൽ നിന്ന് ഒരേ പേരിൽ വ്യത്യസ്ത മേൽവിലാസത്തിൽ 5-6 അംഗത്വമുണ്ട്. SNDP യോഗം ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ വോട്ടുകളെല്ലാം ഒരാൾ തന്നെയാണ് ചെയ്തു വരുന്നത്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും വർഷമായി അധികാരത്തിൽ തുടരുന്നത്. ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 200 പേർക്ക് ഒരു വോട്ട് എന്ന കണക്ക്, അതായത് 200 സമുദായ അംഗങ്ങൾക്ക് ഒരു പ്രതിനിധി വോട്ട് രേഖപ്പെടുത്തും. ഇങ്ങനെ വരുമ്പോൾ 12,000-ൽ പരം വോട്ടുകളാണ് ആകെ ഉള്ളത്. ഇതിൽ 6,000-ഓളം വോട്ട് മാത്രമാകും പോൾ ചെയ്യപ്പെടുക. ഇങ്ങനെ ചെയ്യുന്നതിൽ 2,000-ഓളം മാത്രം എതിർകക്ഷികൾക്ക് ലഭിക്കും. ബാക്കി വെള്ളാപ്പള്ളി പക്ഷം കള്ളവോട്ടാക്കി മാറ്റും. ഒരാൾ തന്നെ 5-6 വോട്ട് ചെയ്യും. വോട്ടെടുപ്പിന് പ്രിസൈഡിംഗ് ഓഫീസർമാരായിരിക്കുന്നത് SN ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലെയും സ്കൂളുകളിലെയും അധ്യാപകരാണ്. ഇവർ കള്ളവോട്ടിന് മുന്നിൽ കണ്ണടയ്ക്കേണ്ടി വരും. വെള്ളാപ്പള്ളിക്കൊപ്പം നിന്നില്ലെങ്കിൽ പിന്നീട് പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഭയന്നാണ് ഇവർ ചെയ്യുന്നത്. ഇക്കാര്യം ഇവർ സൗഹൃദ സദസ്സുകളിൽ പറയാറുണ്ടെങ്കിലും പരസ്യമായി പറയാൻ അവർക്ക് മടിയാണ്. വെള്ളാപ്പള്ളിയുടെ എല്ലാത്തരം കുത്സിത പ്രവർത്തനങ്ങൾക്കുമുള്ള തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. 2 നിയമങ്ങൾ തരാതരം പോലെ ഉപയോഗിച്ച് സമുദായത്തെയും എതിരാളികളെയും ഒരേ സമയം വഞ്ചിച്ച് നേതൃസ്ഥാനത്ത് തുടർന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അനിവാര്യമായ പതനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീനാരായണീയർക്കിടയിൽ പരക്കെ ആഹ്ലാദിക്കാനുള്ള വകയാണ് ഇന്ന്
വെള്ളാപ്പള്ളി നടേശൻ പുറത്തായതിലൂടെ ലഭ്യമായിരിക്കുന്നത്. ഒട്ടുമിക്ക ശ്രീനാരായണീയരും വെള്ളാപ്പള്ളി പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതാനും ചിലർ മാത്രമാണ് വെള്ളാപ്പള്ളി അനുകൂലികളായിട്ട് നിലകൊള്ളുന്നത്. സമുദായത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ഇതേക്കുറിച്ച് വെള്ളാപ്പള്ളിക്കെതിരെ വന്ന ഈ വിധിയിൽ ആഹ്ലാദ ചിത്തരാണ് എന്ന കാര്യം പ്രത്യേകം പറയാനുമില്ല.